മുസ്ലിങ്ങൾ ലോക തലത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായൊരു സന്ദർഭമാണിത് എന്ന് നമുക്കറിയാം. അവയ്ക്കെല്ലാം നടുവിൽ നിന്നുകൊണ്ടാണ് പ്രൊഫഷണലുകളുടെ ഇതേപോലുള്ളൊരു ഒത്തുചേരലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഈ ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ മറികടക്കാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ ബുദ്ധിപരമായ ശേഷിയെയും നമ്മുടെ സാമ്പത്തികമായ മൂലധനത്തെയും ആ വഴിയിൽ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുവാൻ ഉപകാരപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള കൂട്ടായ്മകളെല്ലാം. നമ്മൾ സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. മുമ്പ് കാലത്തേതുപോലെയല്ല. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ വേദനകളും ചിത്രങ്ങളായി വീഡിയോകളായി നമ്മളെ തേടിയെത്തുന്ന, നമ്മൾക്ക് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരുന്ന ദുര്യോഗമുണ്ടാകുന്ന, അവ മനസ്സിൽ മുറിവുകൾ സൃഷ്ടിക്കുമ്പോഴും അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഗതികേട് നമ്മളെ തന്നെ തുറിച്ചു നോക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. നമ്മൾ ഫിലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് കുറെ കാലമായി സംസാരിക്കുന്നു. ഗസയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മീഡിയയും ഐക്യരാഷ്ട്ര സഭയുടെ ഏജൻസികളുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കെലറ്റൽ ചിൽഡ്രൻ എന്നാണ് 3 ദിവസം മുമ്പ് ദി ഗാർഡിയൻ പത്രം ഗസയിൽ നിന്നുള്ള അവരുടെ റിപ്പോർട്ടിന് നൽകിയ തലക്കെട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം. കേവലം അസ്ഥികൂടങ്ങളായി ശോഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലിനുള്ളിൽ തൊലിക്കു ഉള്ളിലൂടെ എല്ല് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യം. നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല. ഭക്ഷണത്തിന് വില കൂടുന്നു എന്ന് പറഞ്ഞാൽ, ഭക്ഷണ വസ്തുക്കൾക്ക് വില കൂടുക എന്ന് പറയുന്നത് അത് ചിലപ്പോഴെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ആ വില കൂടൽ എന്ന് പറയുന്നത് അതിർത്തിയുടെ പുറത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ട്രക്കുകൾ വന്ന് കാത്തു നിന്നിട്ടും അതിർത്തിയൊന്ന് തുറന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ അകത്ത് ഭക്ഷണ മാർക്കറ്റുകളിൽ ഭക്ഷണം വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയും വലിയ വില കൊടുത്താൽ പോലും ഒരു നേരത്തെ വിശപ്പടങ്ങാനുള്ള ഭക്ഷണം ലഭിക്കാതിരിക്കുകയും കുഞ്ഞുങ്ങളും ഉമ്മമാരും പുരുഷന്മാരും അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരും എല്ലാം എന്തൊരവസ്ഥയാണിത്. നമ്മൾ മാൽന്യൂട്രീഷനെ പറ്റിയൊക്കെ പറയും. അവിടെ ഭക്ഷണം കഴിക്കാൻ കിട്ടാനില്ലാതെ സ്റ്റാർവേഷൻ കൊണ്ട് വലിയ രോഗപീഠകളിലേക്ക് എറിയപ്പെടുന്ന കുഞ്ഞുങ്ങളെയുമായി ആശുപത്രിയിലെത്തുന്ന ഉമ്മമാർക്ക് അതേ അവസ്ഥ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. നമ്മൾ ഇന്നലെ പിന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത ഒരു അഭിമുഖമുണ്ടായിരുന്നു. ഒരു ഉമ്മ സംസാരിക്കുകയാണ്. ആ ഉമ്മ 5 മാസം പ്രായമായ തൻ്റെ കുഞ്ഞിനെ മറവ് ചെയ്ത ശേഷമാണ് സംസാരിക്കുന്നത്. അവരുടെ ആ കുഞ്ഞ് വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് മരണപ്പെട്ടു പോയിരിക്കുന്നു. ആ ഉമ്മ പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ തൂക്കം കുറഞ്ഞ അവസ്ഥയിലാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കഫൻ പുടവയിൽ പൊതിഞ്ഞിരിക്കുന്നത്. എന്തൊരു വർത്തമാനമാണത്. നമ്മൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് പോഷണം നൽകാൻ കഴിയാത്ത അവസ്ഥ, ഈ ഉമ്മമാരുടെ മാറിൽ നിന്ന് മുലപ്പാൽ ചുരത്തപ്പെടാത്ത അവസ്ഥ. കാരണം അവർക്ക് അതിനുവേണ്ടി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. ഇത് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ആധുനികതയുടെ വാഗ്ദാനങ്ങളെ പറ്റിയാണ് വലിയ പ്രഘോഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ മൊഡേണിറ്റിയെ കുറിച്ച്, ആ മൊഡേണിറ്റിയുടെ പ്രോമിസുകളെ കുറിച്ച്, അത് നൽകുന്ന ലിബറേഷനെ കുറിച്ച്, അത് മനുഷ്യന് നൽകുന്ന ഡിഗ്നിറ്റിയെ കുറിച്ച് വാതോരാതെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ യുക്തിവാദികളുണ്ട്, ലിബറലുകളുണ്ട്. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാതെ പ്രാകൃതത്വത്തിൽ സ്വയം ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിങ്ങളെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നവർ, മനുഷ്യാവകാശങ്ങളുടെ വലിയ പെരുമ്പറ മുഴക്കുന്നവർ, അവർ അക്ഷരാർത്ഥത്തിൽ അസ്ഥികൂടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഉമ്മമാരോടും എങ്ങനെ പെരുമാറുന്നു എന്നാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നല്ല. തീർച്ചയായും ഇതേപോലുള്ള വലിയ പ്രയാസങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, പല രീതികളിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അവിടുത്തെ കുടുംബത്തെയുമെല്ലാം ഒരു താഴ്വരയിൽ ഉപരോധിച്ച മക്കയിലെ ശത്രുക്കളെ കുറിച്ച് നമുക്കറിയാം. അവിടെ 2 വർഷത്തിലധികം കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പച്ചിലകൾ മാത്രം തിന്ന് ജീവിക്കേണ്ട അവസ്ഥ പോലും എത്തുന്ന തരത്തിൽ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടതിനെ കുറിച്ച്, അവരുടെ കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾക്ക് പോലും യഥാർത്ഥത്തിൽ നമ്മളുടെ തൊട്ടുമുമ്പത്തെ തലമുറക്ക് പട്ടിണി എന്ന് പറയുന്നത് അത്ര വിദൂരമായ ഒരു ഭാവനയല്ല. ഇവിടെ നമ്മൾ പ്രൊഫഷണലുകളുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രൊഫഷണലുകൾ എന്ന് പറയുന്നത് ആരാണ്? അത് മിക്കവാറും ഫസ്റ്റ് ജനറേഷൻ ഗ്രാജുവേറ്റുകളാണ്. അവരുടെ കുടുംബങ്ങളിൽ പട്ടിണിയായിരുന്നു, വറുതിയായിരുന്നു. നമ്മൾ എണ്ണപ്പണം, ഗൾഫ് കേരളത്തിന് വലിയൊരു തണലായി മാറുന്നത് വരെ പട്ടിണി ഇവിടെ വ്യാപകമായിരുന്നു എന്ന് നമുക്കറിയാം. മുസ്ലിങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നില്ല. നമ്മളുടെ വല്യുപ്പന്മാരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉപ്പമാരോട് ചോദിച്ചാൽ, ഭക്ഷണം ഇത്ര സമൃദ്ധമല്ലാതിരുന്ന, പട്ടിണി സാധാരണമായിരുന്ന, പലപ്പോഴും പറമ്പിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കിഴങ്ങുകൾ കഴിച്ച് വിശപ്പടക്കേണ്ടി വന്നിരുന്ന ഒരു ഭൂതകാലം അത്ര വിദൂരമല്ല അത്. അവിടെ നിന്ന് ഗൾഫിൽ പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ആ പണം കൊണ്ട് മക്കളെ പഠിപ്പിച്ച് ആ മക്കൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമെല്ലാമായി വളർന്നു വരുന്നത് കണ്ട് അവരുടെ സാമ്പത്തിക സമൃദ്ധി, ആ സമൃദ്ധി ഈ സമുദായം അനുഭവിക്കുവാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ഈ തലമുറക്ക് അത് അത്ര തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. ആ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഗസയുടെ വർത്തമാന യാഥാർത്ഥ്യത്തെ, കേരളത്തിന്റെ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യാഥാർത്ഥ്യത്തെ നമ്മളുടെ ജീവിതവുമായി നമ്മൾ തട്ടിച്ചു നോക്കുക. നമ്മൾ പ്രൊഫഷണലുകളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു IT പ്രൊഫഷണലാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്, ഞാനൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ബ്ലെസ്സിങ്, നമ്മളുടെ ജീവിതത്തിന് അത് കൊണ്ടുവന്നിരിക്കുന്ന സുസ്ഥിരത, അത് കൊണ്ടുവന്നിരിക്കുന്ന ഭദ്രത, നമ്മളുടെ ജീവിതത്തിന് അത് കൊണ്ടുവന്നിരിക്കുന്ന വളർച്ച, നമ്മളുടെ ജീവിതാവസ്ഥകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്താണ് പുതിയ കാല കേരളീയ യുവത്വത്തിന്റെ പ്രശ്നം? എന്താണ് പുതിയ കാലത്ത് കേരളത്തിലെ കൗമാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം? അത് ഒബസിറ്റിയാണ്, അത് കൊളസ്ട്രോൾ ആണ്, അത് ഷുഗറാണ്, അത് പ്രഷറാണ്, അത് തീർച്ചയായും ഫാറ്റി ലിവറാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് തിന്നാൻ കിട്ടാത്തതല്ല നമ്മുടെ പ്രശ്നം, തിന്നാൻ എമ്പാടും ഉണ്ടായതാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം. നമ്മൾ തിന്നാണ് ഇപ്പോൾ രോഗികളായിക്കൊണ്ടിരിക്കുന്നത്, തിന്നാൻ കിട്ടാതെയല്ല നമ്മൾ രോഗികളാകുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സമൃദ്ധിയിലേക്ക്, ആ സമൃദ്ധിയുടെ തണുപ്പിലേക്ക്, സമൃദ്ധിയുടെ സൗകര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു കൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ വെച്ചാണ് നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. മുൻപിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിട്ട് ഇനിയും ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ആരോഗ്യം താറുമാറിലാകുമോ എന്ന് പേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് യുവത്വം പോയിപ്പോവുകയും വളരെ വളരെ സ്ട്രിക്റ്റായ ഡയറ്റിംഗ് പ്രാക്ടീസുകൾ അത് പ്രചാരം ആർജിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. എന്തുമാത്രം
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ആശ്ലേഷത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രൊഫഷണലുകൾക്ക് വേണ്ടി ഇവിടെ ധാരാളം മോട്ടിവേഷണൽ സ്പീച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, വർക്ക്ഷോപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ എങ്ങനെ സമാധാനം കണ്ടെത്താമെന്നതിനെ കുറിച്ച് വലിയ പ്രസംഗങ്ങളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, അപ്രീസിയേഷനെ കുറിച്ച് ഒക്കെ ഇവിടെ വലിയ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകളെയും സുഖസൗകര്യങ്ങളെയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. നിങ്ങൾക്ക് നിരാശ തോന്നുന്ന സമയത്ത്, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ ഡെസ്പറേറ്റ് ആകുന്ന സമയത്ത്, നിങ്ങൾ ഡിപ്രസ്ഡ് ആകുന്ന സമയത്ത് അല്ല, എനിക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് നൽകുന്നവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കൈവരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രീസിയേഷന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഒരു കൾച്ചർ എങ്ങനെ നിങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി 10,000-ഉം 50,000-ഉം ഫീസ് വാങ്ങി വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്ന മോട്ടിവേറ്റർമാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ അപ്രീസിയേഷന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാഠങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നൊന്നും പഠിക്കേണ്ട ഒരവസ്ഥയിൽ ഉള്ളവരാകരുത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ മനസ്സിൽ, അവരുടെ ആത്മാവിൽ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സ്വാഭാവികമായി തന്നെ കഴിയണം. അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. നമ്മൾ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവർ അള്ളാഹുവിനോട് കാണിച്ച നന്ദിയെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ സാധാരണ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭരണകർത്താവായിരുന്ന കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ പട്ടിണി ഉണ്ടായിരുന്നു. മദീനയിൽ മസ്ജിദുൻ നബവിയിൽ, ആ മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പുറകുവശത്ത് അസ്ഹാബു സുഫ എന്നറിയപ്പെട്ടിരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിലെ ഒരു സംഘത്തിന് താമസിക്കുവാനുള്ള സ്ഥലമായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ല, അവർക്ക് കുടുംബം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല, അവർക്ക് ഭക്ഷണം തേടി പോകാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. അവരെപ്പോഴും പള്ളിയിൽ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്ക് പോലും തങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം പോലും തങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ നിൽക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവർ പള്ളിയുടെ പിറകിൽ തന്നെ തമ്പടിക്കുകയായിരുന്നു. അവരെയാണ് നമ്മൾ അസ്ഹാബു സുഫ എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്, നമസ്കാരത്തിനിടയിൽ വീണുപോകുന്ന മനുഷ്യർ, അവിടെ അവർക്ക് അവരുടെ നടുനിവർത്താൻ കഴിയാത്തത് കൊണ്ട് വയറിൽ കല്ല് കെട്ടി ജീവിക്കുന്ന മനുഷ്യർ, ഇതാരെയെങ്കിലും കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഈ അസ്ഹാബു സുഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസിദ്ധനായ സഹാബിയുടെ പേര് നമ്മൾക്ക് എല്ലാവർക്കും അറിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം എന്താണ്? ഒരു നേരത്തെ ഭക്ഷണം, അത് എല്ലാ ദിവസവും കിട്ടുക എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും ഒന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കിട്ടുക എന്നതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം. അതിന് അദ്ദേഹത്തിന് വഴിയില്ല. പക്ഷേ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളി വിട്ടു പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഇൽമിന്റെ സദസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കറിയാം, ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിമാരെ പറയുമ്പോൾ അതിന്റെ മുൻനിരയിൽ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നു. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്, അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. യമനിലായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശിർക്കുപേക്ഷിച്ച് തൗഹീദ് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന് എത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ഈ വെളിച്ചം എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അടുത്ത തലമുറകൾക്ക് കൈമാറാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി നന്ദിയുടെ ഉടൽ രൂപമായി ഒരു മനുഷ്യൻ മാറുകയായിരുന്നു. ജീവിതത്തിൽ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടത്തിയ കഠിനാധ്വാനങ്ങൾ, ആ കഠിനാധ്വാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹദീസുകളുടെ ഏറിയ കൂറും ഇവിടെ ഉണ്ടായത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക.
അവിടെ നിന്ന് എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക. നമ്മൾ ലിബറലിസത്തിന്റെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ യുഗം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ വലുപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ശരീരം എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടം, എന്റെ ശരീരം കൊണ്ട് എനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് എന്ന അറോഗൻസിന്റെ, അഹങ്കാരത്തിന്റെ ആ ശൈലിയിലുള്ള വർത്തമാനം, ആ വർത്തമാനത്തെയാണ് പുതിയ കാലത്തെ മുദ്രാവാക്യമായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അഹങ്കാരം എന്നതിനപ്പുറത്ത് എത്ര വലിയ വിവരക്കേടാണ് എന്ന്, ധാർഷ്ട്യമാണ് എന്ന്, ധിക്കാരമാണ് എന്ന് നമുക്കറിയാം. എന്റെ ശരീരം എന്ന് പറയണമെങ്കിൽ ഞാൻ ഏതെങ്കിലും കടയിൽ പോയി പണം കൊടുത്ത് വാങ്ങിയ ഒരു ശരീരമല്ല ഇത്. എനിക്ക് ഒരു ആത്മാവ് ഉണ്ടാവുകയും ഞാനൊരു ശരീരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ആത്മാവ് എവിടെയൊക്കെയോ പോയി ഒരു ശരീരത്തെ ഉണ്ടാക്കുകയും ആ ശരീരത്തിനുള്ളിലേക്ക് കയറുകയും അല്ല ചെയ്തത് എന്ന് നമുക്കറിയാം. എന്റെ ശരീരം എന്ന് ഞാൻ പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് സമ്പൂർണമായി എനിക്കൊരു പങ്കുമില്ലാത്ത വിധം അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹു സമ്മാനിച്ചതാണ്. ഞാനിവിടെ ഒരു നിമിഷാർത്ഥത്തിൽ ഞാൻ ഉള്ളിലേക്ക് ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അനുവദിച്ചത് കൊണ്ടാണ്, അവൻ തന്നത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു ഇറക്ക് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉരുള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ തലച്ചോറ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും സ്പർശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഇണയിൽ നിന്ന് ശാരീരികമായ ആസ്വാദനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതിലെല്ലാം തന്നെ എന്റെ പങ്ക് പൂജ്യമാണ്. ഇതെല്ലാം മറ്റൊരാൾ തന്നതാണ്. അവൻ തന്ന സംവിധാനങ്ങളാണ്, അവന്റെ അനുഗ്രഹങ്ങളാണ്, അവന്റെ സമ്മാനങ്ങൾ മാത്രമാണ്, അവന്റെ ഔദാര്യങ്ങൾ മാത്രമാണ്. പിന്നെ എവിടെ നിന്നുകൊണ്ടാണ്, ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ ശരീരം, എന്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഒരു അറോഗൻസിനെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി തന്നെ വെട്ടുന്നത്. നമ്മൾ പ്രൊഫഷണലുകൾക്കിടയിൽ അവരുടെ സ്ട്രെസ്സിന്റെ, അവരുടെ ജോലിയുടെ ഭാഗമായുള്ള അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ, പ്രയാസങ്ങളുടെ എല്ലാം നടുവിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്കുള്ള പരിഹാരം ഈ കുപ്പിയിലുള്ള വോഡ്കയാണ് അല്ലെങ്കിൽ ഷാമ്പയിനാണ് എന്ന് പറയുന്നൊരു ലോകം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞങ്ങളുടെ കയ്യിലുള്ള മരിജ്വാനയാണ് എന്ന് പറയുന്നൊരു ലോകം. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഈ ജീവിതം പരമാവധി അടിച്ചു പൊളിക്കൂ. ഈ ഇൻസ്റ്റന്റിൽ നിങ്ങൾക്ക് എത്ര സന്തോഷം കിട്ടുമെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തെ, വിജയത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി അടിച്ചു പൊളിക്കൂ എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിലാണ് നമ്മൾ ഇടപെടുന്നത്. ആ ലോകത്തിലാണ് നമ്മൾ പ്രൊഫഷണലുകളോട് സംസാരിക്കുന്നത്. വളരെ വളരെ ശാന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത്, നമ്മൾ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നത് നമ്മുടെ സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്നാണ്. അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ സന്തോഷം അതിലൊന്നുമല്ല. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്കൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ വാഹനം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം. ഈ ശരീരം ചുക്കിച്ചുളിയും, ഈ ശരീരം മരിക്കും, അത് മണ്ണിലലിയും. അത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ എന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ശരീരം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഈ ശരീരത്തിൽ താൽക്കാലികമായി വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, എൻ്റെ ശരീരത്തിന്റെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനൊരു സന്തോഷമുണ്ടാകുന്നു. എത്ര നേരം, എത്ര കാലം. ഇവിടെ ലൈംഗികതയിൽ നിന്ന് മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്നു. എത്ര നേരം, എത്ര കാലം. ഇതൊന്നും ശാശ്വതമായ സന്തോഷങ്ങളല്ല, നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷങ്ങളല്ല, വളരെ താൽക്കാലികമായ സന്തോഷങ്ങൾ മാത്രമാണ്. ആ താൽക്കാലികമായ സന്തോഷത്തിലേക്കാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഈ ശരീരം ദുർബലമായി 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 ഇല്ലാതായി പോകുന്നതിനനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാകും ഇതൊന്നുമല്ല ജീവിതത്തിന്റെ പൊരുൾ എന്ന്, ഇതൊന്നുമല്ല യഥാർത്ഥ സന്തോഷമെന്ന്. യഥാർത്ഥ സന്തോഷം എവിടെയാണ്? ആ യഥാർത്ഥ സന്തോഷത്തിലേക്കാണ് ഇസ്ലാം നമ്മൾ വിളിക്കുന്നത്. ഇസ്ലാം അതാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷം അള്ളാഹുവുമായുള്ള ബന്ധത്തിലാണ്, അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലാണ്. നമ്മളുടെ ആത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകമായൊരു ഘടനയോടുകൂടിയാണ്. വളരെ കൃത്യമായി നമ്മൾ ഇത് മനസ്സിലാക്കുക. അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്രത്ത് എന്ന് പറയുന്നത്. ശുദ്ധ പ്രകൃതി എന്ന് നമ്മൾ സാധാരണ മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തും. അത് അങ്ങനെ പരിഭാഷപ്പെടുത്തുമ്പോൾ പലപ്പോഴും പലതും ചോർന്നു പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളുടെ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവുമായി സാമീപ്യം സിദ്ധിക്കുമ്പോൾ മാത്രമാണ് അതിന് യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. നിങ്ങൾ ഒന്ന് നമസ്കരിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്, ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ട്, നിങ്ങൾക്കൊരു ട്രാങ്ക്യുലിറ്റി അനുഭവപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്? നിങ്ങളുടെ ആത്മാവിന്റെ ദാഹത്തെ നിങ്ങൾ ശമിപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പാപം ചെയ്താൽ സന്തോഷമുണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. മാംസത്തിന്റെ സന്തോഷം, നുരയുടെ സന്തോഷം, പതയുടെ സന്തോഷം, അവിടെ നമ്മളുടെ ശരീരത്തിന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. പക്ഷേ പാപം ചെയ്തവൻ ആ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദുഃഖത്തിലേക്ക് പോകുന്നു, ഖേദത്തിലേക്ക് പോകുന്നു, അവന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു, അവന് ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ശുദ്ധ പ്രകൃതി അവിടെ അലങ്കോലപ്പെടുകയാണ്. അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലേക്ക് നടക്കുമ്പോൾ നമ്മൾക്ക് സങ്കടമുണ്ടാകും. അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ആ സന്തോഷമുണ്ടാകും. നമ്മളുടെ കയ്യിൽ പണമുണ്ട്, നമ്മുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ടവൻ പോകുന്നു, ആ പാവപ്പെട്ടവന് നമ്മൾ പണം കൊടുക്കുന്നു, നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു. അവന് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെക്കുന്നു, അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, അത് നമ്മൾക്ക് ഖേദമുണ്ടാക്കുന്നു, അത് നമ്മൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷം അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലാണ്, അതിൽ മാത്രമാണ്. നമ്മളുടെ ദുഃഖം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നു പോകുന്നതിലാണ്. പരിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായൊരു വചനമുണ്ട്. നമ്മൾക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ള നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണത്. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅ്മലൂന സൂഅ ബിജഹാല. തീർച്ചയായും അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് ജഹാലത്ത് കൊണ്ട് തിന്മ ചെയ്തു പോയവരിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പലപ്പോഴും അതിന്റെ ഒരു പൊരുൾ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജഹാലത്ത് കൊണ്ട് തിന്മ ചെയ്തു പോയവർക്കാണ് അള്ളാഹ് പൊറത്തു കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ട് തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രമേ അള്ളാഹു പൊറത്തു കൊടുക്കൂ എന്നാണോ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഇസ്ലാം വിലക്കിയ പാപങ്ങൾ, മഹാപാപങ്ങൾ, ഇതൊക്കെ തിന്മയാണ് എന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം, എല്ലാ വിശ്വാസികൾക്കും അറിയാം. അത് വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നതാണ്, മനസ്സിലാക്കപ്പെടുന്നതാണ്. മദ്യപിക്കാൻ പാടില്ല എന്ന്, വ്യഭിചരിക്കാൻ പാടില്ല എന്ന്, കൊല ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം, മോഷണം നടത്താൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും തെറ്റാണ് എന്ന് അറിയാതെ ചെയ്തവർക്ക് മാത്രമാണ് തൗബയുള്ളതെങ്കിൽ മിക്കവാറും ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും തൗബയെ ഉണ്ടാവുകയില്ല. അതല്ല ഖുർആൻ പറയുന്നത്. ജഹാലത്ത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട്, പൊട്ടത്തരം കൊണ്ട് തെറ്റു ചെയ്തു പോയവർക്ക് തൗബയുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു നിമിഷം കബളിപ്പിക്കപ്പെടുകയാണ്. കബളിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് അതിലൊരു സന്തോഷമുണ്ട് എന്ന വിഡ്ഢിത്തത്തിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. പാപം ചെയ്താൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടും, ഞാൻ ലഹരി ഉപയോഗിച്ചാൽ, ഞാൻ നിയമവിരുദ്ധമായ ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ അതിലൊരു ആനന്ദമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട് എന്ന് ഈ ലിബറലുകളുടെയും മറ്റും വായ്ത്താരി കേട്ട് 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 ഒരു ദുർബല നിമിഷത്തിൽ നമ്മൾക്ക് തോന്നിപ്പോവുകയാണ്. അവിടെ ഒരു സ്ലിപ്പ് സംഭവിക്കുകയാണ്. ഒന്ന് ചെയ്തു നോക്കാമെന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷേ അത് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ, അത് ചെയ്ത കഴിഞ്ഞ ഉടൻ നമ്മൾക്ക് മനസ്സിലാകുന്നു ഇതിലൊരു സന്തോഷവുമില്ല എന്ന്, ഞാൻ വിഡ്ഢിയായതാണ് എന്ന്, എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന്, എൻ്റെ ആത്മാവ് ഛിന്ന ഭിന്നമായിരിക്കുന്നു എന്ന്. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചോടി ചെല്ലുന്നു, നമ്മളുടെ സമാധാനം വീണ്ടെടുക്കുന്നു, നമ്മളുടെ സന്തോഷം വീണ്ടെടുക്കുന്നു. അതിനാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത്. അവിടെ ആ ജഹാലത്താണ് ആധുനിക ലോകത്തിന്റെ മുഖമുദ്ര. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതിലാണ് സന്തോഷം എന്ന് വിചാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ എല്ലാം നാരായ വേര് കിടക്കുന്നത് അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ മുറിച്ചു കടക്കാൻ നമ്മൾ സന്നദ്ധമാവുക. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിക്കും. നമ്മൾ മരിക്കുന്ന സമയത്തും സന്തോഷത്തോടു കൂടി മരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ ആ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നോ അത്രത്തോളം നമ്മുടെ ആത്മാവ് പ്രസന്നമായിരിക്കും, നമ്മളുടെ ആത്മാവ് ആഹ്ലാദഭരിതമായിരിക്കും. എത്രത്തോളം നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നു പോകുന്നുവോ അത്രത്തോളം നമ്മുടെ ആത്മാവ് ദുഃഖിതമായിരിക്കും, നമ്മുടെ ആത്മാവ് എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. മരിക്കുന്ന സമയത്തും അതേ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ സന്തോഷം എന്നെല്ലാം പറയുമ്പോൾ അതിനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടാൽ പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ തൗബ എന്നൊക്കെ പറയുമ്പോൾ
അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു ഓടി വരുമ്പോൾ അള്ളാഹ്ക്കുള്ള സന്തോഷത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ എത്ര വിശദീകരിച്ചാലാണ് അത് മതിയാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. യാത്ര നടത്തുന്നവരെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിനുള്ള ഭക്ഷണം, അദ്ദേഹത്തിനുള്ള വെള്ളം, എല്ലാം ഒട്ടകത്തിന്റെ പുറത്താണ്. മരുഭൂമിയിലൂടെ അദ്ദേഹം ഇങ്ങനെ ആരോരും ഇല്ലാത്ത പാതകളിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണാതായി. ഒട്ടകത്തെ പെട്ടെന്ന് കാണാതാവും. പ്രത്യേകിച്ച് ആ കാലത്ത് യാത്ര നടത്തുന്ന അറബികൾക്ക് ഇത് അറിയാം. അവർക്ക് പെട്ടെന്ന് ഈ ഉദാഹരണം മനസ്സിലാവും. ഒട്ടകം പോയാൽ പിന്നെ ഒന്നുമില്ല. അയാളുടെ കയ്യിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, വാഹനമില്ല. ഈ ചുട്ടുപൊള്ളുന്ന സൂര്യന് താഴെ ഈ ഒട്ടകത്തെ ഈ മരുഭൂമിയിൽ ആരും സഹായിക്കാനില്ലാതെ അയാൾ ഒറ്റപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയാളൊരു ആകെ ഹതാശയനായി, ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ പറ്റി ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ മലർന്ന് കടന്നു. എന്ത് ചെയ്യാനാണ്? എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച ആളിങ്ങനെ കടന്നു. അയാളൊന്ന് കണ്ണടഞ്ഞു പോയി. പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ആ ഒട്ടക അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ ഒട്ടകം മുന്നിൽ നിൽക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, പടച്ചോനെ, ഞാൻ നിന്റെ റബ്ബും നീ എൻ്റെ അടിമയുമാണ്. അയാൾ നേരെ തിരിച്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു ആവേശത്തിന്റെ വെപ്രാളത്തിൽ അയാളുടെ ടങ്കിന് സ്ലിപ്പ് വന്നുപോയി. അയാൾ അങ്ങനെ പറഞ്ഞുപോയി. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അപ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് നിങ്ങളിൽ ഒരാൾ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹ്ക്കുണ്ടാകുന്ന സന്തോഷം. എത്ര മനോഹരമായൊരു കാര്യമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സന്തോഷം അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശരിയാണ് അള്ളാഹുവിന്റെ സന്തോഷം നമ്മളുമായുള്ള സാമീപ്യത്തിലാണ് എന്ന് പറയുന്നതും. ഇത്ര മനോഹരമാണ് ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് നമ്മൾ അള്ളാഹിന്റെ അടുത്തുണ്ടാണ് ഇഷ്ടം. നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്. നമ്മൾ അള്ളാഹിന്റെ അടുത്ത് പോയി നിന്നാൽ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അള്ളാഹ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണാൻ അള്ളാഹ് കാത്തിരിക്കുകയായിരിക്കും. നിങ്ങളെ കാണാൻ അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, നിങ്ങളെ കാണാൻ അള്ളാഹ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതേസമയം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാതെയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണാൻ അള്ളാഹ്ക്കും താല്പര്യം ഉണ്ടാവില്ല, അള്ളയും വെറുപ്പോടുകൂടിയായിരിക്കും നിങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് സഹാബിമാര് ആകെ ബേജാറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ ഇഷ്ടമുണ്ടാവുക എന്നല്ലേ? ഞങ്ങൾക്കാർക്കും മരിക്കാൻ ഇഷ്ടമല്ല, മരിക്കാൻ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട്. കാരണം അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. ഞങ്ങളെല്ലാം ദീർഘായുസ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളെല്ലാം പടച്ചോനായിട്ടുള്ള കണ്ടുമുട്ടൽ വെറുക്കുന്നവരാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയേണ്ട, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന്റെ അർത്ഥം, മരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മരണത്തിന്റെ മലക്കുകൾ വരും. ആ മലക്കുകൾ വരുന്ന സമയത്ത് ആ മലക്കുകളുടെ പെരുമാറ്റത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാ പോണത് എന്നുള്ളത്. അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമാണോ? അള്ളാഹുവിന്റെ തൃപ്തി എനിക്കുണ്ടോ? ഞാൻ ജീവിതത്തിൽ വിജയിക്കുകയാണോ ചെയ്തത്, പരാജയപ്പെടുകയാണോ ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുന്ന സമയത്ത് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നു, അള്ളാഹു കോപിച്ച അവസ്ഥയിലാണ് ഞാൻ അവനിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല. അള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അള്ളാഹുവിനെ കാണരുതേ എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരാളെ കാണാൻ അള്ളാഹ്ക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അള്ളാഹു വെറുപ്പോട് കൂടിയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം അള്ളാഹുവിനെ കാണാനുള്ള ഇഷ്ടത്തോടു കൂടിയല്ല നിങ്ങൾ അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതേസമയം അവര് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി എനിക്കുണ്ട്, ഈ മലക്കുകൾ എന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അള്ളാഹിനെ കാണാൻ നിങ്ങൾക്ക് തിടുക്കമായിരിക്കും, നിങ്ങൾക്ക് ആവേശമായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തിൽ എത്രയും പെട്ടെന്ന് അള്ളാഹുവുമായി ചെന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആവേശം നിങ്ങൾ കീഴടക്കും. അങ്ങനെ നിങ്ങൾ വരാൻ വേണ്ടി അള്ളാഹുവും അതേ ആവേശത്തോടും ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി അള്ളാഹുവും അവിടെ കാത്തു നിൽക്കുകയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ മനോഹരമായൊരു കാര്യമാണത്. അതായത് നമ്മളുടെ വിജയം തീരുമാനിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഈ സെക്കൻഡുകളിലാണ്. അതല്ലാതെ നമ്മൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെന്നോ, നമ്മൾ എത്ര വില കൂടിയ വാഹനം വാങ്ങിയെന്നുള്ളതോ, നമ്മൾ എത്ര വലിയ ഫ്ലാറ്റ് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതോ, ഇതൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം.
നമ്മളുടെ ശ്വാസം നിലക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്കുണ്ടോ, അള്ളാഹുവിന്റെ റിള നമ്മൾക്കുണ്ടോ, ആ റിള നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്നും തന്നെ അവിടെ നിർണായകമല്ല എന്ന പാഠം, ഈ പാഠം ഉൾക്കൊണ്ട ഒരാൾക്ക് പിന്നെ എന്ത് സ്ട്രെസ്സാണ്, എന്ത് ഡിപ്രഷനാണ്. നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ സാമീപ്യത്തിലുണ്ട്, അവന്റെ ഇഷ്ടത്തിലുണ്ട്, അവന്റെ ഇഷ്ടം നേടിയെടുക്കുന്നുണ്ട്, അവന്റെ തൃപ്തി നേടിയെടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ആ തൃപ്തി നേടിയെടുക്കാനുള്ള അധ്വാനങ്ങളായി നമ്മളുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ പ്രൊഫഷണലുകൾക്ക് വേണ്ടി ഇതേപോലുള്ളൊരു പ്രോഗ്രാം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, ഈ പ്രോഗ്രാമിൽ ഇവിടെ ഒരുപാട് പ്രൊഫഷണലുകൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഒന്നുമല്ല. ഇവിടെ ഇപ്പോ പ്രൊഫഷണലുകൾക്ക് ഖുർആൻ ഓതാൻ അറിയും, പ്രൊഫഷണലുകൾക്ക് പിന്നെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയും. ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്ന് നമുക്ക് തോന്നും. നമ്മൾ കേരളത്തിന്റെ പുറത്ത് ധാരാളമായി സഞ്ചരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളിൽ പലരും. നമ്മൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയി നോക്കുക, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി നോക്കുക, ഇന്ത്യയുടെ പുറത്തുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളിലെയും പോയി നോക്കുക. അവിടെയെല്ലാമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളെ നമ്മൾ പരിശോധിച്ച് നോക്കുക. അവിടെ പണ്ഡിതന്മാരുണ്ട്, മൗലാനമാരുണ്ട്, മൗലവിമാരുണ്ട്, മൂല്യന്മാരുണ്ട്. അവർക്ക് ഖുർആൻ ഓതാൻ അറിയും, അവർക്ക് പ്രാർത്ഥനകൾ അറിയും, അവർക്ക് എല്ലാം അറിയും. അതേസമയം അവിടുത്തെ സാധാരണക്കാരനെ വിളിക്കുക, അവിടുത്തെ പ്രൊഫഷണലിനെ വിളിക്കുക, അവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിക്കുക, അവിടെ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരെ വിളിക്കുക. അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അവർക്ക് ഇതിൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും തമ്മിൽ വെള്ളം കടക്കാത്ത അറകളായി പരസ്പരം വേർതിരിച്ച് നിർത്തപ്പെടുകയും, അറബി വായിക്കാൻ പോലും അറിയാത്ത, ഖുർആൻ ഓതാൻ പോലും അറിയാത്ത നമസ്കാരത്തിലെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ്, അനുഗ്രഹങ്ങളുടെ തണലിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയമായും കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രം പ്രത്യേകമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. മതബോധമുള്ള, സാമാന്യ മതവിദ്യാഭ്യാസമുള്ള ഇതേപോലെയുള്ളൊരു പ്രൊഫഷണൽ സമൂഹം തന്നെ അതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ മദ്രസയിൽ പോകാതിരിക്കുകയും മദ്രസയിൽ പോകുന്നവർ സ്കൂളിൽ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ഇന്ത്യയുടെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഉള്ളതെങ്കിൽ, ഒരേ സമയം ഭൗതികമായ അഭിമാനത്തോടു കൂടിയുള്ള നിലനിൽപ്പും അതോടൊപ്പം മതപരമായ ബോധവും അവബോധവും അറിവുമെല്ലാം സമന്വയിപ്പിക്കപ്പെട്ടിട്ടുള്ള മാതൃകാപരമായൊരു സമൂഹം കേരളത്തിൽ ജീവിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഭൗതികമായ നമ്മളുടെ സുരക്ഷിതത്വം കൊണ്ടും നമ്മളുടെ സാമ്പത്തികമായ സമൃദ്ധി കൊണ്ടും നമ്മൾക്കുള്ള ഈ തരത്തിലുള്ള മതപരമായ പ്രബുദ്ധത കൊണ്ടുമെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ തലയിൽ വന്ന് വീഴുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിം ചെറുപ്പക്കാരേക്കാൾ അധികം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട, കടപ്പെട്ട ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ചെറുപ്പം. അത് നമ്മൾ പ്രൊഫഷണലുകൾ എന്ന നിലക്ക് പറയുമ്പോൾ കുറെ കൂടി ആ ഉത്തരവാദിത്തങ്ങൾ തീവ്രമായി തീരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോടുള്ള നന്ദിയോടുകൂടി നമ്മളുടെ ജീവിതത്തെ വിശുദ്ധമാക്കുകയും ആ വിശുദ്ധിയെ തകർക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള പ്രലോഭനങ്ങളോട്, അത് ലിബറലുകളുടെയും യുക്തിവാദികളുടെയും എല്ലാം പ്രലോഭനങ്ങളോട് നമ്മൾ മുഖം തിരിക്കുകയും നമ്മുടെ മക്കളെ ഈ തർബീയത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയും എല്ലാം ചെയ്യേണ്ട, അതിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ആ തെറ്റിദ്ധാരണകളുടെ വലിയ ഒരു വിളനിലം എന്ന് പറയുന്നത് പലപ്പോഴും പ്രൊഫഷണലുകളുടെ ഒരു സമൂഹമാണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം വളരെ ഗൗരവമേറിയ, വളരെ വിശകലനാത്മകമായ സാമൂഹിക ശാസ്ത്ര പഠനങ്ങൾ വായിക്കുന്നത് കുറഞ്ഞ അത്തരം രീതികൾക്ക് പകരം മിക്കവാറും ഇന്റർനെറ്റ് സൈറ്റുകളിലെ ബ്രൗസിങ്ങുകളിലൂടെ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള മിസ്കോൺസെപ്ഷൻസ് അത് വളരെ വ്യാപകമായി പ്രൊഫഷണലുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മൾ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കുന്നു, ഇസ്ലാമിന്റെ അത് തെറ്റിദ്ധരിക്കുന്നു, ഇത് തെറ്റിദ്ധരിക്കുന്നു, ഇസ്ലാമിലെ ജിഹാദ് തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഷഹാദത്ത് കലിമയാണ് ഇപ്പോൾ
ഇസ്ലാമിനെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണ യുദ്ധത്തിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത്. പ്രത്യേകിച്ചും കശ്മീരിലെ പഹൽഗാം സംഭവത്തിന് ശേഷം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ പരിശുദ്ധ ഷഹാദത്ത് കെലിമകൾ പോലും ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കപ്പെടുന്ന, അതിനെ ഉപയോഗിച്ചുകൊണ്ട് പോലും ഇസ്ലാം ഭീതി വളർത്തുന്ന വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദൗത്യങ്ങൾക്കെല്ലാം ഒപ്പം ഈ വിശാലമായ പ്രൊഫഷണൽ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാനും അവർക്ക് മുന്നിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം തുറന്നു വെക്കാനും അവരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും ഈ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് അവരോടുകൂടിയുള്ള അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ വചനങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുമെല്ലാം വലിയ അധ്വാനങ്ങൾ ആവശ്യമുണ്ട്. അതിനെല്ലാമുള്ള തിരിച്ചറിവുകൾക്ക് ഉപയുക്തമാകണം ഇതേപോലെയുള്ള കൂട്ടായ്മകൾ. അതിന് ഈ ഇവിടെ നടന്ന സംസാരങ്ങളും ഇവിടെ നടന്ന പ്രഖ്യാപനവും ഈ നടക്കാൻ പോകുന്ന ചോദ്യോത്തര സെഷനുമെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.